അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് നാടൻ മുട്ടയും കുറച്ച് നാടൻ ചിക്കനും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഏട്ടൻ ജിമ്മിൽ പോയിട്ട് വരാം, നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക, സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ആ സന്തോഷത്തിൽ പിന്നെ ബാക്കിയെല്ലാം വാരി പറക്കി വെച്ച് കുറച്ച് ചിക്കൻ എടുത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് ചിക്കൻ ഫ്രൈ മസാല, മുളക് പൊടി, പിന്നെ തൈര്, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് ഒരു കണ്ടെയ്നറാക്കി വെക്കാമെന്ന് വെച്ച് സിനിമ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഇനി നേരെ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ പിന്നെ തൻ്റെ ഒരു കണ്ടെയ്നറിലാക്കി വെച്ച് ഇനി 2-3 ദിവസം ഇവിടെ ചിക്കൻ ആയിരിക്കും. പിന്നെ പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വരാമെന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് പോയി കുളിച്ച് വന്നു. അപ്പോൾ ഇനി കുഞ്ഞിനെ ഒരുക്കി കഴിഞ്ഞാൽ റെഡി. അങ്ങനെ കുഞ്ഞൊക്കെ ഒരുങ്ങി ഞങ്ങളെല്ലാം സെറ്റായി ഏട്ടനും വന്നു. അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. ആ ഒരു സന്തോഷമാണ് ഞങ്ങൾ രണ്ടിൻ്റെയും മുഖത്ത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ അവളെ ഓടി വരികയാണ് ഗേറ്റ് തുറന്നു കൊടുക്കാൻ. അച്ഛൻ അവിടെ ബൈക്ക് സ്റ്റാർട്ടാക്കുന്നേ ഉള്ളൂ. അങ്ങനെ കാത്തിരിക്കുകയാണ് അച്ഛന് ഗേറ്റ് തുറന്നു കൊടുക്കാൻ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി സിനിമയ്ക്ക് പോകുന്ന സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് പോവുക. അങ്ങനെ തിയേറ്ററൊക്കെ എത്താറായിട്ടുണ്ട്. ഞങ്ങൾ റോന്ത് സിനിമ കാണാനാണ് വന്നത് കേട്ടോ. അയ്യോ, അത് ലാസ്റ്റ് പറയാം. അങ്ങനെ ഏട്ടൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇവള് പിന്നെ സിനിമ കാണാൻ ഇരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആളൊരു ഉറങ്ങുന്ന ടൈമിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആൾ പകുതി കണ്ടുകൊണ്ടിരിക്കും, പകുതി ആകുമ്പോഴേക്കും ഉറങ്ങും. അപ്പോൾ പിന്നെ വേറെ വഴക്ക് കാര്യങ്ങളൊന്നും ഇല്ല, ആളങ്ങ് ഇരുന്നോളും. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളുടെ സിനിമയൊന്നും അല്ലെങ്കിലും തന്നെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ആ സിനിമ അങ്ങനെ പിന്നെ ഇൻ്റർവെല്ലായി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വന്ന് അങ്ങനെ പിന്നെ സിനിമ വല്ലാതെ മനസ്സിനെ ടച്ച് ചെയ്തു. എന്ന് വെച്ചാൽ വല്ലാതെ വിഷമിച്ചൊരു സിനിമ. അതെന്താണെന്ന് വെച്ചാൽ പോലീസുകാരൻ്റെ ഭാര്യ ആയതുകൊണ്ടാണോ ഇത്ര വിഷമം തോന്നിയെന്ന് എനിക്കറിയില്ല. എല്ലാവരും പോയി കാണാം, നല്ല സിനിമയാണ്. എനിക്ക് നല്ല വിഷമം തോന്നി. പിന്നെ വന്ന് കുറച്ച് ചിക്കൻ, ഞാൻ പറഞ്ഞില്ലേ ആ ചിക്കനൊക്കെ പൊരിച്ച് ചോറ് വയ്ക്കുകയാണ്.